മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ ക്ലാസ്സുകളിൽ എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ അസുഖങ്ങൾ പടരുന്ന രീതികളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഡിസീസ് ട്രാൻസ്മിഷൻ ഏതൊക്കെ തലത്തിലാണെന്ന് നമ്മൾ പഠിച്ചു, അതിൻ്റെ സോഴ്സ്, അതുപോലെ തന്നെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, അതിൻ്റെ ഹോസ്റ്റ്, സസെപ്റ്റബിൾ ഹോസ്റ്റ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷനാണ്. ഏതൊക്കെയാണ് ഇതിൻ്റെ ട്രാൻസ്മിഷൻ മോഡുകളാണ് ഓരോ അസുഖങ്ങൾ പടരുന്നതിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ? കമ്മ്യൂണിക്കബിൾ ഡിസീസ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഫ്രം റിസർവോയർ, നമ്മൾ നേരത്തെ പഠിച്ചതാണ്, സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ടു സസെപ്റ്റബിൾ ഇൻഡിവിജ്വൽ ഇൻ മെനി ഡിഫറെൻറ്റ് വേസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഇൻഫെഷ്യസ് ഏജൻറ്റ്, പോർട്ടൽ ഓഫ് എൻട്രി ആൻഡ് ലോക്കൽ എക്കോളജിക്കൽ കണ്ടീഷൻ. എങ്ങനെയാണ് അസുഖങ്ങൾ പടരുന്നത്? ഒരു സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ, ഒരു സസെപ്റ്റബിൾ ഹോസ്റ്റിലേക്ക്, ഒരു ഇൻഡിവിജ്വലിലേക്ക് അസുഖങ്ങൾ പടരുന്നത് അത് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഇൻഫെഷ്യസ് ഏജൻറ്റ്. ഓരോ ഇൻഫെഷ്യസ് ഏജൻറ്റും പല ഇൻഫെഷ്യസ് ഏജൻറ്റും പല തരത്തിലാണ് മറ്റൊരു ബോഡിയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ആ ഇൻഫെഷ്യസ് ഏജൻറ്റ് എന്തൊക്കെ ടൈപ്പാണ് നമ്മൾ പഠിക്കണം. ഇനി പോർട്ടൽ ഓഫ് എൻട്രി, അത് എൻട്രി ചെയ്യുന്ന രീതികൾ ഏതൊക്കെ രീതിയിലാണ് അത് എൻട്രി ചെയ്യുന്നത്, ഇത്തരം. പിന്നെ അതേപോലെ തന്നെ അവിടുത്തെ എക്കോളജിക്കലായിട്ടുള്ള കണ്ടീഷൻ, അവിടുത്തെ കാലാവസ്ഥ, ആ കണ്ടീഷൻ, ഈ 3 കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ അസുഖങ്ങൾ, അപ്പം ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെയൊക്കെയാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം അല്ലേ? എങ്ങനെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. നമുക്ക് ഫസ്റ്റിൽ വരുന്നത് ഡയറക്റ്റ് ട്രാൻസ്മിഷനാണ്. എങ്ങനെയാണ് ഡയറക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ? എന്തൊക്കെയാണ് നമുക്ക് അതിനകത്ത് വരുന്നത്? ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്നുണ്ട്, അതിനകത്ത് തന്നെ ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ, കോണ്ടാക്റ്റ് വിത്ത് സോയിൽ, ഓക്കെ, ഇനോക്കുലേഷൻ ഇൻ ടു സ്കിൻ ഓർ മ്യൂക്കോസ, ഓക്കെ, ട്രാൻസ്പ്ലാന്റ്സെൻ്റൽ, ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഡയറക്റ്റ് ട്രാൻസ്മിഷനിൽ വരുന്നത്. ഓക്കെ, നമുക്ക് 1 by 1 ആയിട്ട് പോവാം. അതിനകത്ത് ഡയറക്റ്റ് കോണ്ടാക്റ്റ്, എങ്ങനെയാണ് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വഴി അസുഖങ്ങൾ പടരുന്നത്? ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ ട്രാൻസ്മിറ്റഡ് ബൈ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഫ്രം സ്കിൻ ടു സ്കിൻ, മ്യൂക്കോസ ടു മ്യൂക്കോസ ഓർ മ്യൂക്കോസ ടു സ്കിൻ ഓഫ് ദി സെയിം ഓർ അതർ പേഴ്സൺ. ഓക്കെ, സ്കിൻ ടു സ്കിന്നാണ് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ നമുക്ക് ഈ അസുഖങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ മ്യൂക്കോസ ടു മ്യൂക്കോസ, അല്ലെങ്കിൽ മ്യൂക്കോസ ടു സ്കിൻ ഓർ ദി സ്കിൻ ഓഫ് ദി സെയിം ഓർ അതർ പേഴ്സൺ, മറ്റുള്ളവരിലേക്കും അസുഖങ്ങൾ പടരാം. ഇങ്ങനെയാണ് നമുക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വഴി അസുഖങ്ങൾ പടരുന്നത്. എൻ്റെ ഉദാഹരണങ്ങളാണ് STD, എൻ്റെ എയ്ഡ്സ്, ലെപ്രസി, ഇല്ലേ? ലെപ്രസിയൊക്കെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് വഴി പടരുന്നതാണ്, സ്കിൻ ടു സ്കിൻ വരുന്നതാണ്. ലെപ്റ്റോസ്പൈറോസിസ് മ്യൂക്കോസ വഴി. പിന്നെ അതേപോലെ തന്നെ സ്കിൻ ആൻഡ് ഐ ഇൻഫെക്ഷൻ, ഇതൊക്കെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് വഴി പടരുന്ന അസുഖങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് വരുന്നത് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷനാണ്. ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ പറഞ്ഞാൽ എങ്ങനെയാണ് അത് പടരുന്നത്? The direct projection of spray of droplet if saliva and nasopharyngeal secretion during cough, sneezing or speaking and spitting, talking into the surrounding atmosphere. നമുക്ക് ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും അതുപോലെ തന്നെ സംസാരിക്കുമ്പോഴും ഇപ്പോൾ അലക്ഷ്യമായി തുപ്പുമ്പോഴൊക്കെ അസുഖങ്ങൾ പടരാം, ഇല്ലേ? നമ്മൾ കോവിഡിൻ്റെ സമയത്ത് നമുക്ക് അസുഖങ്ങൾ പടരുന്നത് നമ്മൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള അതിൻ്റെ പ്രിക്കോഷൻസൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടാണ്. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും വായും മൂക്കും മറച്ച് പിടിക്കണം എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷനിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ വരുന്നത് സലൈവ അല്ലെങ്കിൽ നമ്മുടെ ഈ നാസോഫാരിംഗൽ, തൊണ്ടയിൽ നിന്നുള്ള സെക്രീഷൻ വഴി, അത് നമ്മൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴൊക്കെ ഇത് പുറത്തേക്ക് അറ്റ്മോസ്ഫിയറിലേക്ക് പോവാം. അല്ലെങ്കിൽ നമ്മൾ ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ പോലും നമ്മുടെ ഉമിനീര് വഴി അറ്റ്മോസ്ഫിയറിലേക്ക് സ്പ്രെഡ് ആവുക, ഇൻഫെക്ഷസ് ഏജൻറ്റ്. ഇപ്പോൾ ഇൻഫെക്റ്റഡ് ആണെങ്കിൽ ആ ഇൻഫെക്ഷൻ മറ്റുള്ളവരിലേക്കും പടരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ വരുന്നത്. ഡ്രോപ്ലെറ്റ് സ്പ്രെഡ് യൂഷ്വലി ഇൻ ടു ഡിസ്റ്റൻസ് 30 to 60 സെൻറ്റിമീറ്റർ ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ഹോസ്റ്റ്. 30 മുതൽ 60 സെൻറ്റിമീറ്ററിൽ ഇത് ഇൻഫെക്ഷൻ ആവാൻ സാധ്യതയാണുള്ളത്. ഡ്രോപ്ലെറ്റ് സ്പ്രെഡ് നമ്മളിപ്പോൾ അസുഖമായിട്ടുള്ള ഒരാളുടെ അടുത്ത് നിന്ന് ഒരു 30 to 60 സെൻറ്റിമീറ്റർ ചുറ്റളവിൽ ആ അറ്റ്മോസ്ഫിയറിൽ ഇദ്ദേഹം തുമ്മുമ്പോഴോ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോഴൊക്കെ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അടുത്ത് വരുന്നത് കോണ്ടാക്റ്റ് വിത്ത് സോയിലാണ്. ഡിസീസ് ട്രാൻസ്മിഷൻ്റെ ഡിസീസ് ഏജൻറ്റ് മേ ബി അക്വയർഡ് ബൈ ഡയറക്റ്റ് എക്സ്പോഷർ ഓഫ് സസെപ്റ്റബിൾ ടിഷ്യൂ ടു ദി ഡിസീസ് ഏജൻറ്റ് ഇൻ സോയിൽ.
അല്ലെങ്കിൽ കമ്പോസ്റ്റ് ഓർ ഡിക്ലൈനിങ് വെജിറ്റബിൾ മാറ്റർ ഇൻ വിച്ച് ദി നോർമലി ലീഡ്സ് ടു സഫ്രോഫൈറ്റിക് എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ അസുഖബാധിതരായിരിക്കുന്ന അവർ ഈ മണ്ണുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഈ രോഗാണു മണ്ണിലേക്ക് പകരുകയും അതുവഴി അത് കോണ്ടാക്റ്റ് ആവുന്ന ആളുകളിലേക്ക് അസുഖം പടരുകയും ചെയ്യും. ഇതാണ് കോണ്ടാക്ട് വിത്ത് സോയിൽ എന്ന് പറയുന്നത്. ഡിസീസ് ഏജൻറ്റ് മേ ബി അക്വേർഡ് ബൈ ദി ഡയറക്റ്റ് എക്സ്പോഷർ ഓഫ് സസെപ്റ്റബിൾ ടിഷ്യൂ ടു ദി ഡിസീസ് ഏജൻറ്റ് ഇൻ സോയിൽ. ഈ ബാധിതമായിട്ടുള്ള ആളുകളുടെ ടിഷ്യൂ ഒക്കെ മണ്ണുമായിട്ട് കോണ്ടാക്റ്റ് ആവും. ഇതിൽ നിന്ന് മറ്റുള്ള ആൾക്ക് അസുഖം പകരും. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് ഇനോക്കുലേഷൻ ഇൻ ടു സ്കിൻ ഓർ മ്യൂക്കോസ ആണ് വരുന്നത്. എന്താണ് ഇനോക്കുലേഷൻ ടു സ്കിൻ ഓർ മ്യൂക്കോസ? ഡിസീസ് ഏജൻറ്റ് മേ ബി ഇനോക്കുലേറ്റഡ് ഡയറക്ട്ലി ഇൻ ടു ദി സ്കിൻ ഓർ മ്യൂക്കോസ. അത് നമുക്ക് സ്കിന്നിലും അതുപോലെ തന്നെ മ്യൂക്കോസയിലും ഉണ്ടായിരിക്കാം. അത് ഡയറക്റ്റായിട്ട് നമുക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വഴി നമുക്ക് അസുഖങ്ങൾ പടരാം. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് പ്ലാസൻ്റലാണ്. അതിനെ നമുക്ക് വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ എന്നും കൂടെ പറയാം. ഡിസീസ് ഏജൻറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് പ്ലാസൻ്റലി. ഓക്കെ, പ്ലാസൻ്റ വഴി പകരുന്ന അസുഖങ്ങളാണ് പ്ലാസൻ്റലി പറയുന്നത്. അതിന് വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ എന്നും കൂടെ പറയും. അനദർ ഫോം ഓഫ് ഡയറക്റ്റ് ട്രാൻസ്മിഷൻ തന്നെയാണ്. ഡിസീസ് ഏജൻറ്റ് പ്രൊഡ്യൂസ് മാൾ ഫോർമേഷൻ ഓഫ് ദി എംബ്രിയോ ബൈ ഡിസ്റ്റർബിങ് ഇറ്റ്സ് ഡെവലപ്മെൻറ്റ്. ആ എംബ്രിയോയെ എന്തുണ്ടാവും, ഒരു മാൾ ഫോർമേഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള പ്ലാസൻ്റൽ ഡിസീസ് ട്രാൻസ്മിഷൻ വഴി. അപ്പോൾ അതിനെ നമുക്ക് വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ എന്നും കൂടെ ഒരു പേര് പറയാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള 5 ടൈപ്പാണ് ഡയറക്റ്റ് ട്രാൻസ്മിഷൻ ഉള്ളത്. ഡയറക്റ്റ് കോണ്ടാക്ട്, ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ, കോണ്ടാക്ട് വിത്ത് സോയിൽ, ഇനോക്കുലേഷൻ ടു സ്കിൻ ഓർ മ്യൂക്കോസ, അതുപോലെ തന്നെ പ്ലാസൻ്റൽ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ പറയുന്നത്. ഇനി അടുത്ത് വരുന്നത് ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷനാണ്. അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു ട്രഡീഷണൽ 5 Fs ഉണ്ട്. ട്രഡീഷണൽ 5 Fs കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. 5 Fകളാണ് ട്രഡീഷണൽ ആയിട്ടുള്ള 5 Fs ആണ്. പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫ്ലേസ്, ഫിംഗേഴ്സ്, ഫോർമൈറ്റ്സ്, ഫുഡ്, ഫ്ലൂയിഡ്. ഇതാണ് ട്രഡീഷണൽ 5 F എന്ന് പറയുന്നത്. ഫ്ലൈസ്, ഫിംഗേഴ്സ്, ഫോർമൈറ്റ്, ഫുഡ്, ഫ്ലൂയിഡ്. ഓക്കെ, ഇനി ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത്? An essential requirement of indirect transmission is that the infectious agent must be capable of surviving outside the human host in the external environment and retain the basic properties of pathogenesis and virulence till it find a new host. Okay, നമ്മൾ ഡയറക്റ്റ് ട്രാൻസ്മിഷനിൽ പഠിച്ചത് നേരിട്ടുള്ള കോണ്ടാക്റ്റ് വഴി നമുക്ക് അസുഖങ്ങൾ പകരുന്നത്. ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷനിൽ നമുക്ക് അതിന് നമുക്ക് നേരിട്ടല്ല പകരുന്നത്, പക്ഷേ അതിനകത്ത് ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റ് അതിനകത്ത് ഒരു റിസർവോയർ അല്ലെങ്കിൽ അതിനകത്ത് ഉണ്ടാവാം. ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഏജൻറ്റ് അതിനകത്ത് ഉണ്ടാവാം. ഓക്കെ, an essential requirement of indirect transmission is the infectious agent must be capable survive the outside of the human host എന്ന് പറയുന്നത്. ഹ്യൂമൻ ഹോസ്റ്റിൻ്റെ ഔട്ട്സൈഡിലുള്ള ഒരു വസ്തുവാണ് നമുക്ക് അസുഖങ്ങൾ പടർത്തുന്നത്. അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് വെഹിക്കിൾ ബോൺ ഉണ്ട്, ട്രാൻസ്മിഷൻ ഉണ്ട്, വെക്ടർ ബോൺ ഉണ്ട്, അതേപോലെ തന്നെ എയർ ബോൺ, ഫോർമൈറ്റ് ബോൺ, അതേപോലെ തന്നെ ലാസ്റ്റ് വരുന്നത് അൺക്ലീൻ ഹാൻഡ്സ് ആൻഡ് ഫിംഗേഴ്സ് എന്ന് വരുന്നത്. ഓക്കെ, അപ്പം എന്താണ് വെഹിക്കിൾ ബോൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ അല്ലേ? ട്രാൻസ്മിഷൻ ഓഫ് ദി ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് ത്രൂ ദി ഏജൻസി, അതാണ് വെഹിക്കിൾ എന്ന് പറയുന്നത്. ത്രൂ ദി ഏജൻസി ഓഫ് എന്തൊക്കെയാണ്? വാട്ടർ, ഫുഡ്, ഐസ്, ബ്ലഡ്, സിറം, പ്ലാസ്മ ഓർ അതർ ബയോളജിക്കൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ടിഷ്യൂ, ഓർഗൻസ്. ഇത്തരത്തിലുള്ള ഏജൻറ്റുകൾ വഴി പടരുന്ന അസുഖങ്ങളാണ് നമുക്ക് വെഹിക്കിൾ ബോൺ ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് ത്രൂ ദി ഏജൻസി ഏതൊക്കെയാണ്? വാട്ടർ, ഫുഡ്, ഐസ്, ബ്ലഡ്, സിറം, പ്ലാസ്മ, അതുപോലെ തന്നെ ബയോളജിക്കൽ പ്രൊഡക്റ്റ്, ടിഷ്യൂ, ഓർഗൻസ്. ഇതിൽ നിന്നെല്ലാം ഇതുവഴി പകരുന്ന അസുഖങ്ങൾ പടരുന്നതാണ് നമുക്ക് ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ ആയിട്ടുള്ള വെഹിക്കിൾ ബോൺ ഡിസീസുകൾ ഉണ്ടാകുന്നത്. ഇനി അടുത്ത് വരുന്നു വെക്ടർ ബോൺ ഡിസീസ്. ഓക്കെ, എന്താണ് വെക്ടർ ബോൺ ഡിസീസ്? വെക്ടർ ബോൺ ഈസ് ഡിഫൈൻഡ് ആസ് ആൻ ആർത്രോപോഡ് ഓർ any living carriers that transport the infectious agent to the susceptible individual. ഒരു ആർത്രോപോഡോ അല്ലെങ്കിൽ ജീവനുള്ള കാരിയേഴ്സോ അത് ഈ ഇൻഫെക്ഷ്യസ് ഏജൻറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ്. ഒരു ഇൻഡിവിജ്വലിലേക്ക്
ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ് വെക്ടർ ബോൺ ഡിസീസുകൾ അല്ലെങ്കിൽ വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് അതിൻ്റെ 2 ടൈപ്പ് ഉണ്ട്, സബ് ടൈപ്പുകളുണ്ട്. അതിൻ്റെ എപ്പിഡെമിയോളജി ക്ലാസിഫിക്കേഷൻ ഓഫ് വെക്ടർ ബോൺ ഡിസീസുകളാണ്. അപ്പോൾ വെക്ടർ എന്തൊക്കെ ടൈപ്പാണ് അതിൻ്റെ വെക്ടറുകൾ, ബൈ വെക്ടറായിട്ട് എങ്ങനെയൊക്കെയാണ് വരുന്നത് നോക്കാം. ഇൻവെർട്ടിബ്രേറ്റ് ടൈപ്പ് വരുന്നുണ്ട്. ആർത്രോപോഡ് വെക്ടേഴ്സ് fall into 7 order largely. ഓർഡറുകളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഡിപ്റ്റെറ എന്ന് പറയുന്നുണ്ട്. ഡിപ്റ്റെറ എന്ന് പറയുമ്പോൾ ഇൻവെർട്ടിബ്രേറ്റ് ടൈപ്പാണ്. ഇത് ഫ്ലൈസ് ആൻഡ് മോസ്കിറ്റോസ് വരുന്നുണ്ട്. അടുത്ത് വരുന്നത് സിഫനോപ്റ്ററ എന്ന് വരുന്നുണ്ട്. ഇത് ഫ്ലൈസ് ആണ് അതിൽ വരുന്നത്. ഇനി അടുത്തത് വരുന്നത് ഓർത്തോപ്റ്ററ എന്ന് വരുന്നുണ്ട്. കോക്രോച്ചസുകൾ വരുന്നത് ഈ ഒരു ടൈപ്പിലാണ് വരുന്നത്. അനോപ്ലൂറ വരുന്നത് സക്കിംഗ് ലൈസിലാണ്. ഈ അട്ടാന്ന് കേട്ടിട്ടില്ല, അത്തരത്തിലുള്ളതൊക്കെയാണ് അനോപ്ലൂറ വരുന്നത്. ഹെമിപ്റ്റെറ എന്ന് പറയുന്നത് ബഗ്സ്, അതുപോലെ തന്നെ കിസ്സിംഗ് ബഗ്സ് എന്നൊക്കെ അത്തരത്തിലുള്ള വരുന്നതാണ് ഇൻവെർട്ടിബ്രേറ്റ് ടൈപ്പ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് അക്കാരീന വരുന്നുണ്ട്. ടിക്സ് ആൻഡ് മൈറ്റ്സ് വരുന്നത് അക്കാരീന ടൈപ്പിൽ വരുന്നതാണ്. കോപ്പേപ്പോഡ എന്ന് പറയുന്നത് സൈക്ലോപ്സ് വരുന്നുണ്ട്. ഇനി അതിൻ്റെ വെർട്ടിബ്രേറ്റ് ടൈപ്പിൽ വരുന്നതാണ് മൈസ്, റോഡൻസ്, ബാറ്റ്സ്. ഓക്കെ, ഇത് അതിൻ്റെ വെക്ടർ ബൈ വെക്ടർ ടൈപ്പാണ് വരുന്നത് കേട്ടോ. എപ്പിഡെമിയോളജിക്കൽ ക്ലാസിഫിക്കേഷനാണ്. ഇനി നമുക്ക് അതിൻ്റെ ട്രാൻസ്മിഷൻ ചെയിൻ, ബൈ ട്രാൻസ്മിഷൻ ചെയിൻ എങ്ങനെയാണെന്ന് നോക്കാം. ക്ലാസിഫൈഡ് അണ്ടർ ഹെറ്ററോജനസ് ഏതോ ബൈ ട്രാൻസ്മിഷൻ ചെയിൻ എന്താണ് വരുന്നത്? ക്ലാസിഫൈഡ് അണ്ടർ ഹെറ്ററോജീനസ് ഇൻഫെക്ഷൻ ചെയിൻ ആൻഡ് ഇൻവോൾവ് 3 പ്രിൻസിപ്പൽ പാറ്റേൺസ് വരുന്നുണ്ട്. 3 പ്രിൻസിപ്പൽ പാറ്റേൺസ് ആണ് വരുന്നത്. അതിനകത്ത് നമുക്ക് ഉള്ളത് ക്ലാസിഫിക്കേഷൻ, എങ്ങനെയൊക്കെയാണ് അത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ്, അതിൽ എ ടൈപ്പ് എങ്ങനെ നോക്കൂ. മാൻ ആൻഡ് നോൺ വെർട്ടിബ്രേറ്റ് ഹോസ്റ്റ്, മനുഷ്യനും അതുപോലെ തന്നെ നോൺ വെർട്ടിബ്രേറ്റ് ഹോസ്റ്റുമായിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു ചെയിൻ, എങ്ങനെയാണ് റിലേഷൻ എങ്ങനെ നോക്കാം. മാൻ, ആർത്രോപോഡ്, മാൻ മനുഷ്യരിൽ നിന്ന് ആർത്രോപോഡിലേക്ക് വരുന്നു, അത് വീണ്ടും മനുഷ്യരിലേക്ക് ഇൻഫെക്ഷൻ എത്തുന്നു. മലേറിയയാണ് അതിൻ്റെ ഉദാഹരണം. അത് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മനുഷ്യരിൽ നിന്ന് ആർത്രോപോഡ്, മലേറിയ പരത്തുന്നതാരാണ്? കൊതുകുകളാണ്. ആ ആർത്രോപോഡിലേക്ക് ഈ ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് പ്രവേശിക്കുന്നു. അവിടെ നിന്ന് വീണ്ടും മനുഷ്യരിലേക്ക് ഇൻഫെക്ഷൻ വരുന്നു. ഓക്കെ, അതാണ് മാൻ ആൻഡ് നോൺ വെർട്ടിബ്രേറ്റ് ഹോസ്റ്റ് വഴി അസുഖങ്ങൾ പടരുന്നത്. ഇനി അടുത്ത് വരുന്നത് മാൻ, സ്നെയിൽ, മാൻ അസുഖങ്ങൾ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് മാൻ, അതർ വെർട്ടിബ്രേറ്റ് ഹോസ്റ്റ് ആൻഡ് നോൺ വെർട്ടിബ്രേറ്റ് ഹോസ്റ്റ്. ഓക്കെ, അതിൽ വരുന്നത് മാമൽസ്, ആർത്രോപോഡ്, മാൻ. പ്ലാഗ് പരത്തുന്നതാണ് അല്ലേ? മാമൽസിൽ നിന്ന് ആർത്രോപോഡിലേക്ക് ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് പ്രവേശിക്കുന്നു, അത് മനുഷ്യരിലേക്ക് അസുഖം വരുത്തുന്നു. അത് പ്ലാഗാണ് അതിന് ഉദാഹരണം. അതുപോലെ തന്നെ ബേഡ്സ്, പക്ഷികളിൽ നിന്ന് ആർത്രോപോഡിലേക്ക് വരുന്നു, അത് മനുഷ്യരിലേക്ക് അസുഖം വരുന്നു. എൻസെഫലൈറ്റിസ് ആണ് അതിന് ഉദാഹരണം വരുന്നത്. ഇനി അടുത്ത് വരുന്നത് എന്താണ്? മാൻ ആൻഡ് 2 ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് വരുന്നുണ്ട്. മനുഷ്യനും 2 ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റുമായിട്ട് വരുന്നതാണ്. ഓക്കെ, അത് എങ്ങനെ വരുന്നത്? മാൻ, സൈക്ലോപ്സ്, ഫിഷ്, മാൻ. മനുഷ്യനിൽ നിന്ന് സൈക്ലോപ്സിലേക്ക് കടക്കുന്നു, അവിടെ നിന്ന് ഫിഷിലേക്ക് കടക്കുന്നു, വീണ്ടും അത് മനുഷ്യരിലേക്ക് തന്നെ ഇൻഫെക്റ്റഡ് ആവുന്നു. അതിനാണ് ഫിഷ് ടൈപ്പ് വാംസുകൾ. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് എങ്ങനെയാണ്? മാൻ, സ്നെയിൽ, ഫിഷ്, മാൻ. ഓക്കെ, അടുത്തത് മാൻ, സ്നെയിൽ, ക്രാബ്, മാൻ. അപ്പം ഇതൊക്കെ 2 ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റുകളാണ് ഇതിനകത്ത് ഈ ചെയിനിനകത്തേക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി അടുത്ത് എങ്ങനെ വരുന്നത്? ഇത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ട്രാൻസ്മിഷൻ ചെയിനാണ്. അത് എങ്ങനെയാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ 3 ടൈപ്പ് നമ്മൾ നോക്കിയല്ലേ? മാൻ ആൻഡ് നോൺ വെർട്ടിബ്രേറ്റ് ഹോസ്റ്റ് നോക്കി, അതുപോലെ തന്നെ മാൻ, അതർ വെർട്ടിബ്രേറ്റ് ഹോസ്റ്റ് ആൻഡ് നോൺ വെർട്ടിബ്രേറ്റ് ഹോസ്റ്റ് നോക്കി. ഇനി അടുത്തത് മാൻ ആൻഡ് 2 ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റുകൾ എന്താണെന്ന് നോക്കി. ഇനി അടുത്ത് വരുന്നത് ബൈ മെത്തേഡ് ഇൻ വിച്ച് വെക്ടർ ട്രാൻസ്മിറ്റ് ഏജൻ്റ് ആണ്. എങ്ങനെയാണ് വെക്ടർ ട്രാൻസ്മിറ്റ് ഏജൻറ്റ്? എങ്ങനെയാണ്, എന്തൊക്കെ മെത്തേഡാണ്? ബൈറ്റിംഗ് അടുത്തത് ബൈറ്റിംഗ്, അതുപോലെ തന്നെ റെഗുർഗിറ്റേഷൻ. അടുത്തത് സ്ക്രാച്ചിങ്, ഇൻഫെക്റ്റീവ് ഫീസസ്. സ്ക്രാച്ചിങ് വഴിയും അസുഖങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് എങ്ങനെ വരുന്നത്? കണ്ടാമിനേഷൻ ഓഫ് ഹോസ്റ്റ് വിത്ത് ബോഡി ഫ്ലൂയിഡ്സ് ഓഫ് വെക്ടേഴ്സ്. ബോഡി ഫ്ലൂയിഡ്സുകൾ വഴി കണ്ടാമിനേഷൻ ഓഫ് ഹോസ്റ്റ് വിത്ത് ബോഡി ഫ്ലൂയിഡ്സ് വഴി കണ്ടാമിനേറ്റഡ് ആവുന്നുണ്ട്. ഓക്കെ,
ഇനി അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാനുള്ളത് ബൈ മെത്തേഡ് ഇൻ വിച്ച് ദി വെക്ടേഴ്സ് ആർ ഇൻവോൾവിങ് ദി ട്രാൻസ്മിഷൻ ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് പാരസൈറ്റ്. അല്ലെങ്കിൽ നമുക്ക് രണ്ട് ടൈപ്പാണുള്ളത്, ട്രാൻസ്മിഷനാണ് രണ്ട് ടൈപ്പാണുള്ളത്. ഫസ്റ്റിൽ വരുന്നത് മെക്കാനിക്കൽ ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. എന്താണ് മെക്കാനിക്കൽ ട്രാൻസ്മിഷൻ? ഇൻഫെഷ്യസ് ഏജൻറ്റ് ഈസ് മെക്കാനിക്കലി ട്രാൻസ്മിറ്റഡ് ബൈ എ ക്രൗളിംഗ് ഓർ ഫ്ലൈയിങ് ആർത്രോപോഡ് ത്രൂ സോയിൽ ഓഫ് ഇറ്റ്സ് ഫീറ്റ്സ് ഓർ പ്രൊബോസിസ്. ഇല്ലേ, മെക്കാനിക്കൽ ട്രാൻസ്മിഷൻ പറഞ്ഞത് എന്താണ്? ഇൻഫെഷ്യസ് ഏജൻറ്റ് മെക്കാനിക്കലി ട്രാൻസ്പോർട്ട്, അത് മെക്കാനിക്കലി ആയിട്ടാണ് നടക്കുന്നത്. ക്രൗളിംഗ് ഓർ ഫ്ലൈയിങ് ആർത്രോപോഡ് ത്രൂ, ഈ ഇപ്പോൾ പരാതജീവികളൊക്കെ അല്ലേ, അതുപോലെ തന്നെ ഈച്ച, അത്തരത്തിലുള്ള അവരുടെയൊക്കെ ആർത്രോപോഡ് ത്രൂ സോയിലിംഗ് ഓർ ഓഫ് ഇറ്റ്സ് ഫീഡ്സ് ഓർ പ്രൊബോസിസ്. അവരുടെ ഇപ്പോൾ ഒരു കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു പദാർത്ഥത്തിൽ നിന്നും അവിടെ പോയിരുന്ന് അവരുടെ ഫീറ്റിലും കാലിലൊക്കെ ആ ഒരു കണ്ടാമിനേഷൻ ഉണ്ടാവും. അത് ഇപ്പോൾ ആഹാര പദാർത്ഥങ്ങളിലോ ഇതിലൊക്കെ വന്നിരുന്ന് അത് കണ്ടാമിനേറ്റഡ് ആവും. അപ്പോൾ അതുവഴി നമുക്ക് അസുഖം പടരാം. ഇത്തരത്തിലുള്ള ഒരു ട്രാൻസ്മിഷനെയാണ് മെക്കാനിക്കൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ബൈ പാസേജ് ഓഫ് ഓർഗാനിസംസ് ത്രൂ ഇറ്റ്സ് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്ട് ആൻഡ് പാസീവ്ലി എക്സ്ക്രീറ്റഡ്. ചിലത് അത് കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അത് എങ്ങനെയായിരിക്കാം? ബൈ പാസേജ് ഓഫ് ഓർഗാനിസം ത്രൂ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്ട്, അവരുടെ ആ ഇൻറ്റെസ്റ്റിനൽ ട്രാക്ട് വഴി അത് എക്സ്ക്രീറ്റ് ആവുമ്പോൾ അതിലൂടെയും അസുഖങ്ങൾ പടരാം. ഇതൊക്കെയാണ് ഒരു മെക്കാനിക്കൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബയോളജിക്കൽ ട്രാൻസ്മിഷനിലേക്ക് വരുമ്പോഴോ, ദി ഇൻഫെഷ്യസ് ഏജൻറ്റ് അണ്ടർഗോയിങ് റിപ്ലിക്കേഷൻ ഓർ ഡെവലപ്മെൻറ്റ് ഓർ ബോത്ത് ഇൻ വെക്ടേഴ്സ് ആൻഡ് റിക്വയർ ആൻ ഇൻക്യുബേഷൻ പീരീഡ് ബിഫോർ വെക്ടർ ക്യാൻ ട്രാൻസ്മിറ്റ്. ബയോളജിക്കലായിട്ട് വരുമ്പോൾ എന്താ വരുന്നത്? ഇൻഫെഷ്യസ് ഏജ് അണ്ടർഗോയിങ് റിപ്ലിക്കേഷൻ ഓർ ഡെവലപ്മെൻറ്റ്, അത് അവിടെ നിന്ന് അതിൻ്റെ ഘടന മാറുകയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു രൂപമാറ്റം വരികയും അതിൻ്റെ റിപ്ലിക്കേഷൻ അത് ഇരട്ടിക്കുകയും അതിൻ്റെ വംശവർദ്ധന വരികയൊക്കെ ചെയ്യുന്നതാണ് ഈ ബയോളജിക്കൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഓർ ബോത്ത്, ചിലപ്പോൾ രണ്ടും ഉണ്ടായിരിക്കാം. ഇൻ വെക്ടർ ആൻഡ് റിക്വയർ ആൻ ഇൻക്യുബേഷൻ പീരീഡ് ബിഫോർ വെക്ടർ ക്യാൻ ട്രാൻസ്മിറ്റ്. ആ ഇൻക്യുബേഷൻ പീരീഡിനകത്ത് ആണ് ഈ ഒരു പ്രവർത്തനം നടക്കുന്നത്. ആൻഡ് ബിഫോർ വെക്ടർ ക്യാൻ ട്രാൻസ്മിറ്റ്, ഈ വെക്ടർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ആ ഇൻക്യുബേഷൻ പീരീഡ് അക്വയർ ചെയ്യും. ഓക്കെ, അതാണ് ബയോളജിക്കലായിട്ടുള്ള ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഇനി അതിനകത്ത് തന്നെ നമുക്ക് 3 ടൈപ്പ് ഉണ്ട്. എന്താണ് 3 ടൈപ്പ് വരുന്നത്? പ്രൊപ്പഗേറ്റീവ് എന്ന് പറയുന്നുണ്ട് അല്ലേ. ദി ഏജൻറ്റ് മേർലി മൾട്ടിപ്ലൈസ് ഇൻ വെക്ടർ ബട്ട് നോ ചേഞ്ച് ഇൻ ഫോംസ്. പ്രൊപ്പഗേറ്റീവ് ആയിട്ടുള്ള ഒരു ബയോളജിക്കൽ ട്രാൻസ്മിഷനിൽ പ്രൊപ്പഗേറ്റീവ് പറയുമ്പോൾ ഏജൻറ്റ് മേർലി മൾട്ടിപ്ലൈസ്, അത് ഇരട്ടിക്കും, ഇൻ ദി വെക്ടർ ബട്ട് നോ ചേഞ്ച് ഇൻ ഫോംസ്, അതിൻ്റെ ഘടനയൊന്നും വ്യത്യാസം വരില്ല. അതിന് ഉദാഹരണം പറയുന്നത് പ്ലാഗ് ബാസിലിൻ റാറ്റ്സ് ഫ്ലീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അത് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിലും കൂടെ അതിൻ്റെ രൂപത്തിലും ഘടനയിലൊന്നും വ്യത്യാസങ്ങളുണ്ടാവില്ല. അതാണ് പ്രൊപ്പഗേറ്റീവ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പറയുന്നത് സൈക്ലോ പ്രൊപ്പഗേറ്റീവ് ആണ്. അത് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് ഈ പ്രൊപ്പഗേറ്റീവ്, സൈക്ലോ പ്രൊപ്പഗേറ്റീവ്, അതുപോലെ തന്നെ സൈക്കോ ഡെവലപ്മെൻറ്റ്. കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം ഇതിൽ നിന്നുണ്ട്. അപ്പോൾ സൈക്ലോ പ്രൊപ്പഗേറ്റീവ് എന്ന് പറയുമ്പോൾ ഇത് ഏജൻറ്റ് ചേഞ്ചസ് ഇൻ ദി ഫോം ആൻഡ് നമ്പേഴ്സ്. ഓക്കെ, സൈക്കോ പ്രൊപ്പഗേറ്റീവ് മലേറിയ പാരസൈറ്റിനാണ് അതിൻ്റെ ഉദാഹരണം. മലേറിയ പാരസൈറ്റിൽ നടക്കുന്ന ട്രാൻസ്മിഷൻ, ബയോളജിക്കൽ ട്രാൻസ്മിഷനാണ് സൈക്ലോ പ്രൊപ്പഗേറ്റീവ് എന്ന് പറയുന്നത്. ദി ഏജൻറ്റ് ചേഞ്ചസ് ഇൻ ഫോം ആൻഡ് നമ്പേഴ്സ്, അതിൻ്റെ ഘടന മാറും, അതുപോലെ തന്നെ അതിൻ്റെ നമ്പറുകളും വ്യത്യാസപ്പെടും. ഓക്കെ, സൈക്ലോ പ്രൊപ്പഗേറ്റീവ് എന്ന് പറയും. മലേറിയ പാരസൈറ്റിൽ നടക്കുന്ന ബയോളജിക്കൽ ട്രാൻസ്മിഷനാണ് സൈക്ലോ പ്രൊപ്പഗേറ്റീവ്. കൃത്യമായി നോട്ട് ചെയ്ത് വെച്ച് പോവുക. ഇനി അടുത്ത് വരുന്നത് സൈക്ലോ ഡെവലപ്മെൻറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ സൈക്ലോ പ്രൊപ്പഗേറ്റീവ് ഉണ്ട്, സൈക്ലോ ഡെവലപ്മെൻറ്റൽ ഉണ്ട്. ദി ഡിസീസ് ഏജൻറ്റ് അണ്ടർഗോസ് ഓൺലി ഡെവലപ്മെൻറ്റ് ബട്ട് നോ മൾട്ടിപ്ലിക്കേഷൻ. അത് ഡെവലപ്മെൻറ്റ് മാത്രമേ നടക്കുള്ളൂ, അതിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ നടക്കില്ല. ഓൺലി ഡെവലപ്മെൻറ്റ് ബട്ട് നോ മൾട്ടിപ്ലിക്കേഷൻ. മൈക്രോഫൈലേറിയയിലാണ് ഇത്തരത്തിലുള്ള ഒരു ബയോളജിക്കൽ ട്രാൻസ്മിഷൻ നടക്കുന്നുള്ളൂ. സൈക്ലോ ഡെവലപ്മെൻറ്റൽ സ്റ്റേജാണ് അതിൽ നടക്കുന്നത്. കൃത്യമായിട്ട് കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. സൈക്ലോ ഡെവലപ്മെൻറ്റിലാണ് മൈക്രോഫൈലേറിയ മോസ്കിറ്റോയിൽ നടക്കുന്നത്. മൈക്രോഫൈലേറിയ ഇൻ മോസ്കിറ്റോ, അത് സൈക്ലോ ഡെവലപ്മെൻറ്റൽ സ്റ്റേജാണ്, ട്രാൻസ്മിഷനാണ് അതിൽ വരുന്നത്. അതുപോലെ തന്നെ മലേറിയ പാരസൈറ്റ് കൊതുകിൽ എങ്ങനെ ഉണ്ടാകുന്നത്? സൈക്ലോ പ്രൊപ്പഗേറ്റീവ് ആണ്. ഇനി പ്രൊപ്പഗേറ്റീവ് എന്ന് പറയുമ്പോൾ പ്ലാഗ് ബാസിലിയാണ് റാറ്റ്സിലുണ്ടാകുന്ന
ഈ ഒരു ടൈപ്പ്, ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ച് പോവുക. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് ട്രാൻസ് ഓവേറിയൽ ട്രാൻസ്മിഷനാണ്. എന്താണ് ട്രാൻസ് ഓവേറിയൽ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ? ഇൻഫെഷ്യസ് ഏജൻറ്റ് ട്രാൻസ്മിറ്റഡ് വെർട്ടിക്കലി ഫ്രം ഇൻഫെക്റ്റഡ് ഫീമെയിൽ ഓർ ഹെർ പ്രഗ്നൻസി ഇൻ വെക്ടേഴ്സ്. നമ്മൾ നേരത്തെ ഒരു ഇത് പഠിച്ചു അല്ലേ, നേരത്തെ ഒരു പ്ലാസെൻ്റൽ ഇൻഫെക്ഷൻ ട്രാൻസ്മിഷൻ പഠിച്ചു, ഡയറക്റ്റ് ട്രാൻസ്മിഷനിൽ. അതേ മാച്ചായിട്ട് വരുന്നതാണ് ട്രാൻസ് ഓവേറിയൽ ട്രാൻസ്മിഷൻ. ഇൻഫെഷ്യസ് ഏജൻറ്റ് ട്രാൻസ്മിറ്റഡ് വെർട്ടിക്കലി ഫ്രം ദി ഇൻഫെക്റ്റഡ് ഫീമെയിൽ ടു ഹെയർ പ്രഗ്നൻസി ഇൻ വെക്ടേഴ്സ്. വെർട്ടിക്കലായിട്ടുള്ള ട്രാൻസ്മിഷനാണ് വരുന്നത് ട്രാൻസ് ഓവേറിയൽ ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് ട്രാൻസ് സ്റ്റേഡിയൽ ട്രാൻസ്മിഷനാണ്. ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ് ഏജൻറ്റ് ഫ്രം വൺ സ്റ്റേജ് ഇഫ് ദി ലൈഫ് സൈക്കിൾ ടു അനദർ. എക്സാമ്പിൾ പറയുന്നത് നിംഫ് ടു അഡൽട്ട് പറഞ്ഞത്. ട്രാൻസ് സ്റ്റേഡിയൽ ട്രാൻസ്മിഷൻ പറയുമ്പോൾ ഈ ഡിസീസ് ഏജൻറ്റ് അതിൻ്റെ ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് കടക്കുന്ന അവസ്ഥയാണ് ട്രാൻസ് സ്റ്റേഡിയൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസ് ഓവേറിയൽ ട്രാൻസ്മിഷൻ എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. ട്രാൻസ് സ്റ്റേഡിയൽ ട്രാൻസ്മിഷൻ എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് എയർബോൺ ഡിസീസുകളാണ്. എയർബോൺ ട്രാൻസ്മിഷനാണ് നമുക്ക് ഇനി അടുത്ത് വരുന്നത്. ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷനിലെ മൂന്നാമത്തെ വരുന്നത് എയർബോൺ ട്രാൻസ്മിഷൻ. അതിൽ വരുന്നത് ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ വരുന്നുണ്ട് അല്ലേ, ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ വരുന്നുണ്ട്. എ ടൈപ്പ് ഓഫ് പാരസൈറ്റ് ഇംപ്ലിക്കേറ്റഡ് ഇൻ ദി സ്പ്രെഡ് ഓഫ് എയർബോൺ ഇൻഫെക്ഷൻ. എയർബോൺ ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ ഏറ്റവും പ്രാപ്തിയുള്ളതാണ് ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ. എ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ഇംപ്ലിക്കേറ്റഡ് ഇൻ ദി സ്പ്രെഡ് ഓഫ് എയർബോൺ ഇൻഫെക്ഷൻ. എയർബോൺ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആകുന്നുണ്ട്. അതിന് പറയുന്നുണ്ട് ടൈനി പാർട്ടിക്കിൾസ് 1 to 10 മൈക്രോൺസ് റേഞ്ച് റെപ്രസെൻറ്റ് ദി ഡ്രൈഡ് റെസിഡ്യൂ ഓഫ് ഡ്രോപ്ലെറ്റ്സ്. ഡ്രോപ്ലെറ്റ്സിനകത്ത് വരുന്നത് ടൈനി പാർട്ടിക്കിൾസ് ആണ്. 1 മുതൽ 10 വരെ മൈക്രോൺ റേഞ്ചിലുള്ള ടൈനി പാർട്ടിക്കിൾസ് ആണ് ഈ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ ആയിട്ട് ഈ അസുഖങ്ങൾ പടർത്താൻ സാധ്യമായിട്ടുള്ളത്. ഇനി അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഫോംഡ് ബൈ ഇവാപ്രേഷൻ ഓഫ് ഡ്രോപ്ലെറ്റ് കഫ്ഡ് ഓർ നീസ്ഡ് ഇൻ ടു ദി എയർ. നമുക്ക് വായുവിലേക്ക്, അന്തരീക്ഷത്തിലേക്ക് ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴൊക്കെ ഇത് അതിൻ്റെ ഒരു ഇവാപ്രേഷൻ വഴി ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ അറ്റ്മോസ്ഫിയറിലേക്ക് വരാം, അത് ഡെവലപ്പ് ചെയ്യാം. ജനറേറ്റഡ് പർപ്പസ്ഫുള്ളി ബൈ വെറൈറ്റി ഓഫ് ആറ്റോമൈസിങ് ഡിവൈസ്. നമ്മൾ എയറോസോളുകളൊക്കെ അതുവഴിയൊക്കെ ഇത് ജനറേറ്റഡ് പർപ്പസ്ഫുള്ളി ബൈ വെറൈറ്റി ഓഫ് ആറ്റോമൈസിങ് ഡിവൈസസ് ഫോംഡ് ആക്സിഡൻ്റലി ഇൻ മൈക്രോബയോളജിക്കൽ ലാബോറട്ടറീസ്. ലാബോറട്ടറിയിൽ നിന്നും ഇത് ആക്സിഡൻ്റലി ആയിട്ട് പുറത്തേക്ക് വരാം. ഇൻ ലാബോറട്ടറീസ് റെൻഡറിങ് പ്ലാന്റ് ഓർ ഓട്ടോപ്സി റൂംസും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ നമുക്ക് ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. അതിൽ വരുന്ന പ്രധാനമായിട്ടുള്ള അസുഖങ്ങളാണ്, ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ വരുന്ന പ്രധാനമായിട്ടുള്ള അസുഖങ്ങളാണ് TB വരുന്നുണ്ട്, ഇൻഫ്ലുവൻസ, ചിക്കൻ പോക്സ്, മീസിൽസ്, ക്യൂ ഫീവർ, ഇപ്പം ലാസ്റ്റ് വന്നിരിക്കുന്ന COVID-19. ഓക്കെ, അതെല്ലാം വന്നിരിക്കുന്നത് ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ വഴിയാണ്, എയർബോൺ ഡിസീസുകളാണ്. ഓക്കെ, അവസാനമായിട്ട് വരുന്നത് ഡസ്റ്റാണ് അല്ലേ. നമ്മൾ എയർബോൺ ഡിസീസ് പഠിച്ചു. ഇനി അവസാനമായിട്ട് വരുന്നത് അതിൽ തന്നെ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയയിൽ അതിൻ്റെ അവസാനമായിട്ട് വരുന്നത് ഡസ്റ്റാണ്. ഡസ്റ്റ് എങ്ങനെയാണ് ട്രാൻസ്മിഷൻ നടത്തുന്നത്, ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നത്? ലാർജ് ഡ്രോപ്ലെറ്റ്സ് ആർ എക്സ്പെൽഡ് ഡ്യൂറിങ് ടോക്കിംഗ്, കഫിംഗ്, സ്നീസിങ്, സെറ്റിൽ ഡൗൺ ദെയർ ഷിയർ weight on the floor, carpets, furniture, clothes, bedding, linen and other objects in the immediate environment and become part of dust. ഈ ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ അസുഖം, ഇൻഡയറക്റ്റ് ആയിട്ട് അസുഖം വരുന്നത് നമ്മളിപ്പം ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴൊക്കെ നമ്മുടെ ഈ വരുന്ന പാർട്ടിക്കിൾസ് നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ, അതിപ്പോൾ എന്ത് തന്നെയാണെങ്കിലും, നമ്മളിപ്പോൾ ഡ്രസ്സിലാണെങ്കിലും ഫർണിച്ചറിലാണെങ്കിലും അതേപോലെ തന്നെ ബെഡിലും ക്ലോത്തിലൊക്കെ ആണെങ്കിലും ഈ പാർട്ടിക്കിൾസ് അതിലേക്ക് എക്സ്പെൽ ചെയ്ത് അവിടെ കിടക്കുന്ന പൊടിപടലങ്ങളായിട്ട് മിക്സായിട്ട് അതൊരു കണ്ടാമിനേഷൻ സാധ്യതയുണ്ട്, അതുവഴി അസുഖങ്ങൾ പടരാനും സാധ്യതയുണ്ട്. ഇതും ഒരു ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷനാണ്. ഓക്കെ, എയർബോൺ ഡിസീസിൽ വരുന്ന ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷനിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് ഫോർമേറ്റ് ബോണാണ്. എന്താണ് ഫോർമേറ്റ് ബോൺ? ഫോർമേറ്റ് ബോണിൽ എന്തൊക്കെയാണ് വരുന്നത്? ഫോർമേറ്റ് ബോണിൽ ഇന്നാനിമേറ്റ് ആർട്ടിക്കിൾസ് ആണ് വരുന്നത്.
inanimate articles or substance other than water, food contaminated by the infectious discharge from the patient and capable of harboring and transporting the infectious agent to healthy person. ഓക്കെ, ഇതാണ് ഫോമറ്റ് ബോൺ വരുന്നത്. ഇനാനിമേറ്റ് ആർട്ടിക്കിൾസ് ആണ് അത്. നമുക്ക് അത് എന്ത് തരത്തിലാണ് കണ്ടാമിനേറ്റഡ് ആവുന്നത്? വെള്ളവും, നമ്മുടെ വെള്ളം കണ്ടാമിനേറ്റഡ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് കണ്ടാമിനേറ്റഡ് ആവാം ബൈ ദി ഇൻഫെക്ഷസ് ഡിസ്ചാർജ് ഫ്രം എ പേഷ്യൻ്റ്. ഒരു പേഷ്യൻറ്റിൽ നിന്നുള്ള ഇൻഫെക്ഷസ് ഡിസ്ചാർജുകളാണ് ഇത്തരത്തിലുള്ള ഇനാനിമേറ്റ് ആർട്ടിക്കിൾസ് അത് കണ്ടാമിനേറ്റഡ് ആയിട്ട് അത് എന്തുണ്ടാവും? ആ ഒരു പാർട്ടിക്കിൾസിന് എന്തുണ്ട്? കപ്പാസിറ്റി ഉണ്ടാവും, കാപ്പബിൾ ആയിരിക്കും ഹാർബറിങ് ആൻഡ് ട്രാൻസ്പോർട്ടിങ് ദി ഇൻഫെക്ഷസ് ഏജൻറ്റ് അല്ലേ? അവർ ആ ഡിസ്ചാർജിൽ നിന്നും അത് ഈ സബ്സ്റ്റൻസിലേക്ക് കണ്ടാമിനേറ്റഡ് ആകുമ്പോൾ അതിലൂടെ ഈ ഒരു അസുഖം ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് ആ ഇൻഫെക്റ്റഡ് ഏജൻറ്റ് ഒരു ഹെൽത്തി പേഴ്സണിലേക്ക് അസുഖങ്ങൾ പടർത്താനും സാധ്യതയുണ്ട്. അതാണ് ഫോമറ്റ് ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞത്. അത് എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്? ഇപ്പോൾ ഫോമറ്റ് ഇൻക്ലൂഡ്സ് സോയിൽഡ് ക്ലോത്ത്, ടവൽ, ലിനൻ, ഹാൻഡ്കർച്ചീഫ്, കപ്പ്, സ്പൂണ്, അവരുപയോഗിക്കുന്ന എന്ത് തരത്തിലുള്ള പാർട്ടിക്കിൾസ് ആണെങ്കിലും അതുവഴി അസുഖങ്ങൾ പടരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒരു ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷനാണ്, ഫോമറ്റ് ബോൺ ആയിട്ടുള്ള ട്രാൻസ്മിഷനാണ്. ഓക്കെ, അതിൻ്റെ ഡിസീസുകൾ, അസുഖങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്? നമുക്ക് വരുന്നത് ഡിഫ്തീരിയ, ടൈഫോയിഡ് ഫീവർ, ബാസിലറി ഡിസെൻട്രി, ഹെപ്പറ്റൈറ്റിസ് എ, ഐ ആൻഡ് സ്കിൻ ഇൻഫെക്ഷൻ, ഇത്തരം അസുഖങ്ങളൊക്കെ ഇതേപോലത്തെ ഫോമറ്റ് ബോൺ ട്രാൻസ്മിഷൻ വഴി പകരുന്ന അസുഖങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷനിലെ ലാസ്റ്റ് പോയിന്റ് വരുന്നത് അൺക്ലീൻ ഹാൻഡ്സ് ആൻഡ് ഫിംഗേഴ്സാണ്. നമുക്ക് കൈകൾ വൃത്തിയായിട്ട് കഴുകാതിരുന്നാൽ അതുവഴി നമുക്ക് ഒരുപാട് അസുഖങ്ങൾ പടരുന്നുണ്ട്. നമുക്കിപ്പം ലാസ്റ്റ് വന്ന കോവിഡിൻ്റെ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞതല്ലേ, കൃത്യമായിട്ട് ഹാൻഡ് വാഷിംഗ് ടെക്നിക്കുകൾ ഉപയോഗിക്കണം. അതുവഴി കൃത്യമായിട്ട് കൈകൾക്ക് എപ്പോഴും വൃത്തിയായിട്ടിരിക്കണം, സാനിറ്റൈസർ യൂസ് ചെയ്യണം, ഹാൻഡ് വാഷ് യൂസ് ചെയ്യണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അതേപോലെ തന്നെ ഗ്ലൗസ് യൂസ് ചെയ്യാനൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്തിരുന്നു അല്ലേ? മോസ്റ്റ് കോമൺ മീഡിയം വിച്ച് ദി പാത്തോജനിക് ഏജൻറ്റ് ആർ ട്രാൻസ്മിറ്റഡ് ടു ഫുഡ് ഫ്രം സ്കിൻ, നോസ്, ബവൽ എക്സെട്ര ആസ് വെൽ ആസ് ഫ്രം അതർ ഫുഡ്സ്. ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് കൂടുതൽ ഇൻഫെക്ഷനുകൾ നമുക്ക് ശരീരത്തിന് അകത്തേക്ക് കയറുന്നത്. അപ്പം ട്രാൻസ്മിഷൻ ടേക്ക് പ്ലേസ് ബോത്ത് ഡയറക്റ്റ്ലി ആൻഡ് ഇൻഡയറക്റ്റ്ലി. അത് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും നമുക്ക് ട്രാൻസ്മിഷൻ നടക്കും. അപ്പോൾ അതിൻ്റെ കോമൺ മീഡിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസ്മിറ്റഡ് ടു ഫുഡ് ഫ്രം സ്കിൻ, നോസ്, ബവൽസ് അല്ലേ? അപ്പോൾ സ്കിന്ന്, നോസ്, ബവൽസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എപ്പോഴും കോണ്ടാക്റ്റ് വരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ അൺക്ലീൻ ആയിട്ടുള്ള ഒരു വൃത്തിയില്ലാത്ത കയ്യിലൂടെയാണ് നമ്മളത് മാനേജ് ചെയ്യുന്നത്, നമ്മളത് സെർവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നത്. അപ്പോൾ അതുവഴിയൊക്കെ നമ്മുടെ കയ്യിൽ അടങ്ങിയിരിക്കുന്നത്, നമ്മളിപ്പോൾ ഇതേപോലെ നേരത്തെ ഒരുപാട് ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ പഠിച്ചു. അപ്പോൾ അതൊക്കെ അത്ര എന്തെങ്കിലും തരത്തിൽ നമ്മുടെ കൈകളിൽ ഒരു ഇൻഫെക്ഷസ് ഏജൻറ്റ് ഉണ്ടെങ്കിൽ അത് ഈ ഭക്ഷണത്തിലൂടെ കണ്ടാമിനേറ്റഡ് ആയിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിനകത്തേക്ക് എൻട്രി ചെയ്യും. അതുവഴി അസുഖങ്ങൾ പടരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം ട്രാൻസ്മിഷനുകളൊക്കെ, ഈ പറഞ്ഞിരിക്കുന്ന ട്രാൻസ്മിഷനുകളൊക്കെ നമുക്ക് ഇനി വരാൻ പോകുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ പഠിക്കുമ്പോൾ ഓരോ അസുഖങ്ങളും ഏത് തരത്തിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്നത് എന്നൊക്കെ പഠിക്കാൻ ഈസി ആയിരിക്കുന്ന ഒരു ക്ലാസ്സാണ് ഇപ്പോൾ ഇതുവരെ നമുക്ക് ഇതിൻ്റെ ട്രാൻസ്മിഷനും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ പഠിച്ചത്. മോഡ് ഓഫ് ട്രാൻസ്മിഷനും അതേപോലെ തന്നെ ഡിസീസ് ട്രാൻസ്മിഷനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം എപ്പിഡെമിയോളജിയുടെ ഒരു ഫുൾ ക്ലാസ് ആയിട്ടല്ല, ഇപ്പം നമ്മളിപ്പോൾ ഏകദേശം 4ഓളം വീഡിയോസാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ഫുൾ നമ്മൾ കവറായിട്ടില്ല. മീൻസ് നമുക്ക് ആവശ്യമുള്ളത് മാത്രമാണ്, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഏറ്റവും ആവശ്യമായിട്ടുള്ളത് മാത്രമാണ് ഈ ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പം ഇത് നമുക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസ് പഠിക്കാൻ ഈ ഡിസീസിൻ്റെ എപ്പിഡെമിയോളജി പഠിച്ചാലാണ് നമുക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിക്കബിൾ ഡിസീസ് പഠിച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു പഠനം ഈസിയാക്കാൻ വേണ്ടിയിട്ടാണ് എപ്പിഡെമിയോളജിയുടെ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ അതിൻ്റെ സ്വഭാവങ്ങളും അതിൻ്റെ ആ ഒരു ചെയിൻ, അതിൻ്റെ ലിങ്ക്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആദ്യമേ പഠിപ്പിച്ചു പോകുന്നത്. അപ്പോൾ അതിനെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി പോവുക. ഇനി നമുക്ക് അടുത്ത കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ ഒരു വലിയൊരു ഭാഗം നമുക്ക് പഠിക്കാൻ ഇത് ഏറ്റവും ഈസി ആവും, ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാണ്. എന്നിരുന്നാൽ കൂടെ ഈ ഒരു ഭാഗത്തിൽ നിന്ന് ഇഷ്ടം പോലെ ചോദ്യങ്ങൾ വരും, ഇഷ്ടംപോലെ ചോദ്യങ്ങൾ വന്നിട്ടുമുണ്ട്. മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിരിക്കുന്ന ഏറ്റവും നല്ല, നമുക്ക്
മൈനസ് മാർക്ക് അടിക്കാൻ ഇട കൊടുക്കാത്ത രീതിയിൽ പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് ഡെഫിനിഷനുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ നോട്ടുകളും കൂടെ ക്വസ്റ്റ്യൻ ആൻസറുകളും കൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എപ്പിഡെമിയോളജി ഭാഗം കൃത്യമായിട്ട് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.